ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന റോഡുകളിൽ എങ്ങനെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും? കണ്ടില്ലേ, 1.5 മീറ്റർ, രണ്ട് ഭാഗത്തും 1.5 മീറ്റർ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡിന്റെ. ഈ റോഡിനല്ല, മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മറ്റു യാത്രക്കാർക്ക് പോലും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരു അവസ്ഥയാണ് മിക്ക റോഡിന്റെയും ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ. ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന രീതിയിലാവണം അതിൻ്റെ പ്രവർത്തനങ്ങളും ഭാവി പ്രവർത്തനങ്ങളും. വാഹനങ്ങൾ പോകാൻ മാത്രമല്ല, കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം റോഡിന്റെ നിർമ്മാണവും ഭാവി പ്രവർത്തനവും. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് നിർമ്മിച്ചു എന്നല്ലാതെ ഭാവി പ്രവർത്തനമൊക്കെ പരാജയമാണ്. ഇത് കൃത്യമായ രീതിയിൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് ഇത് എല്ലാ റോഡും ഇങ്ങനെ സൈഡ് വൃത്തിയാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ കുറെ പേർക്ക് ജോലി ലഭിക്കും. അത് മാത്രമല്ല, യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനും സാധിക്കും.